കർത്താവിന്റെ ധന്യമായ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ശബ്ദം കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഹോപ്പ് ഗിവേഴ്സ് മിഷന്റെ ഈ ഓൺലൈൻ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനും നിങ്ങളോട് വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് സംസാരിപ്പാനും സർവ്വവല്ലഭനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗ നടപടികൾ നിയന്ത്രിക്കുന്ന കർത്താവിന്റെ ദാസൻ അജേഷ് ഡേവിഡ്സൺ, ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ചാരംഭിച്ച കർത്താവിന്റെ ദാസൻ രാജു തോമസ് അവറുകൾ, വളരെ മനോഹരമായ നിലയിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ പാസ്റ്റർ അലക്സ് സി ജോൺ, അദ്ദേഹത്തിന്റെ കുടുംബം, ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായി നമ്മോട് സംസാരിച്ച എൻ്റെ സ്നേഹിതൻ കൂടിയായ കർത്താവിന്റെ ദാസൻ അലക്സ് ജോർജ്, പ്രാർത്ഥനയിൽ നമ്മെ സഹായിച്ച സിസ്റ്റർ ഹെപ്സിബ, പ്രത്യേകിച്ച് ഈ മീറ്റിംഗിലേക്ക് എന്നെയും പങ്കെടുപ്പിച്ച എൻ്റെ മാന്യ സ്നേഹിതൻ കർത്താവിന്റെ ദാസൻ ബിനു കുഞ്ഞുമോൻ, തൻ്റെ കുടുംബം, ഈ പ്രെയർ ലൈനിലായിരിക്കുന്ന ബഹുമാനിരായ ദൈവമക്കൾ, ഹോപ്പ് ഗിവേഴ്സ് മിഷന്റെ സഹകാരികൾ, എനിക്ക് അടുത്ത് പരിചയമില്ല എങ്കിലും ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിൽ കണ്ട് പരിചയമുള്ള കർത്താവിന്റെ ദാസൻ മോഹനൻ പാസ്റ്റർ, മറ്റെല്ലാവർക്കും പുനരാഗമിക്കുവാൻ പോകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ ഈശോ മിശിഹയുടെ ധന്യവും നിസ്തുല്യവുമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഹോപ്പ് ഗിവേഴ്സ് മിഷന്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ദൈവം അവസരങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിലും എനിക്ക് പൂർണ്ണമായിട്ടും ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുവാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് ഞാൻ ആദ്യമായി പങ്കെടുത്തത്. പിന്നീട് പല മീറ്റിങ്ങുകളിലും ഫേസ്ബുക്കിലൂടെ നിങ്ങളുടെ മീറ്റിങ്ങുകൾ കാണുവാനുള്ള അവസരമാണ് ദൈവം നൽകിയത്. പല തിരക്കുകൾ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ കർത്താവിന്റെ ദാസൻ ബിനു ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ ആഴമേറിയ നിലയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാറുണ്ട്. ഇന്നും ആ സ്നേഹബന്ധത്തിൽ പോകുന്നു. ദൈവം അനുവദിച്ചാൽ വീണ്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുവാൻ ദൈവം എനിക്കും അവസരം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ സൂം പ്രയറുകൾ കുറഞ്ഞു വരുന്ന ഒരു കാലമാണ്. എന്നെ പരിചയപ്പെടുത്തപ്പോൾ HMI എന്നുള്ളൊരു പ്രയോഗം നടത്തിയതുകൊണ്ട് പറയാം, 2020 ശേഷമുള്ള കോവിഡിന്റെ സമയത്ത് HMIയുടെ നേതൃത്വത്തിലും ഇങ്ങനെയുള്ള സൂം മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 2 വർഷത്തിനുള്ളിൽ അത് ഞങ്ങൾ നിർത്തി. കാരണം ആളുകളുടെ എണ്ണം കുറവാണ്. എന്നാൽ ഈ പ്ലാറ്റ്ഫോമിൽ ഏതാണ്ട് 30-ലധികം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ചില സംഘടനകൾ മാത്രമാണ് ഇന്നും ഇത് തുടരുന്നത്. നിങ്ങളുടെ കൂടെ ഇത്രയും ആളുകൾ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടുന്നത് ഓർത്ത് എല്ലാ മഹത്വവും ഞാൻ ദൈവസന്നിധിയിൽ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഞാനൊരു ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് മുമ്പോട്ട് പോകാം. എനിക്ക് ഇന്നത്തെ ആരാധന വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് സംഗീത ശുശ്രൂഷ നിർവഹിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അലക്സി ജോൺ, അദ്ദേഹത്തിന്റെ കുടുംബം, വളരെ ആത്മപ്രേരിതമായിട്ടാണ് ആ ശുശ്രൂഷ ഇവിടെ നടന്നത്. സാധാരണ ഓൺലൈൻ പ്രയറിനേക്കാൾ ഒരു ആത്മാവിന്റെ സ്പർശനം അനുഭവിപ്പാൻ ദൈവം അവസരം നൽകി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നാണ്. 25-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 25-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം: യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തും. വളരെ ചെറിയൊരു വാക്യമാണ്. യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് ഈ വാക്യത്തിലൂടെ നമ്മൾ കാണുന്നത്. അത് പ്രാർത്ഥന എന്ന വിഷയവുമായിട്ട് വളരെ കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെ പ്രാർത്ഥിക്കരുത്? തുടങ്ങി നിരവധി കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരുപക്ഷെ പ്രാർത്ഥനയുടെ ഡോക്ട്രിൻ, അതിന്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ചും പ്രാർത്ഥനയുടെ രീതികളെക്കുറിച്ചൊക്കെ ഒരു മുതിർന്ന വിശ്വാസി, മച്ചുറായ വിശ്വാസി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ ഒരു പുതുതായിട്ട് വരുന്ന ഒരു വിശ്വാസി പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന, ഏറെ കാലങ്ങൾ വിശ്വാസത്തിലായിരിക്കുന്ന ആളുകൾ അറിയണം. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന പഠിക്കണം എന്ന് പറയുന്നത്. കർത്താവിന്റെ വാഴ്ത്തപ്പെട്ട
നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ കർത്താവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. ആ പദം വളരെ ശ്രദ്ധേയമാണ്. പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക. എന്താണ് പ്രാർത്ഥന എന്നതിനെ കുറിച്ചൊക്കെ ധാരാളമായ പഠനങ്ങളുണ്ട്. ഒത്തിരി പഠനങ്ങളോ ഒത്തിരി പ്രസംഗങ്ങളോ അല്ല ആവശ്യം. പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഓർക്കുന്നത് നല്ലത്. എങ്കിലും നാം പ്രാർത്ഥിക്കുമ്പോൾ ആരെ അഡ്രസ് ചെയ്യണം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പിതാവായ ദൈവത്തോടാണോ, പുത്രനായ ദൈവത്തോടാണോ, പരിശുദ്ധാത്മാവായ ദൈവത്തോടാണോ നാം പ്രാർത്ഥിക്കേണ്ടത്? സത്യത്തില് പിതാവിനോട് പ്രാർത്ഥിച്ചാലും പുത്രനോട് പ്രാർത്ഥിച്ചാലും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാലും വേദശാസ്ത്രപരമായി എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. കാരണം നാം വിശ്വസിക്കുന്ന ദൈവം മൂന്നാളത്വങ്ങളുടെ ഏകത്വമാണ്. അതുകൊണ്ട് തന്നെ പിതാവിനോട് പ്രാർത്ഥിക്കുക, പുത്രനോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റും നമുക്ക് വേദശാസ്ത്രപരമായി പറയുവാൻ കഴിയുകയില്ല. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ, ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവേ എന്നൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് നാം കരുതണ്ട. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ ഈശോ മിശിഹ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അവിടുന്ന് പ്രാർത്ഥന പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആരോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്ന ചോദ്യത്തിന് കർത്താവ് നൽകുന്ന മറുപടി എന്ന് പറയുന്നത് പിതാവായ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. പിതാവിനെ അഡ്രസ് ചെയ്താണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഇന്നും പല സഭകളിലും പല ആളുകളും യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന നിലയിൽ പ്രാർത്ഥിക്കാറുണ്ട്. അത് തെറ്റ് എന്ന് ഞാൻ പറയില്ല. എങ്കിൽ പോലും ഒരു മച്ചുറായ വിശ്വാസി ഒരിക്കലും ആ പ്രാർത്ഥനയല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ ഈശോ മിശിഹ കാണിച്ചു നൽകിയ മാർഗം പിതാവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ആരുടെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്? അതും പ്രസക്തമായ ചോദ്യം തന്നെയാണ്. പിതാവിന്റെ നാമത്തിലാണോ പ്രാർത്ഥിക്കേണ്ടത്? പുത്രന്റെ നാമത്തിലാണോ പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണോ പ്രാർത്ഥിക്കേണ്ടത്? അവിടെ അർത്ഥശങ്കയില്ലാതെ നമുക്ക് പറയുവാൻ കഴിയും, പ്രാർത്ഥിക്കേണ്ടത് പുത്രന്റെ നാമത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ അങ്ങനെ പറയാറുള്ളൂ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആരും പിതാവിന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കാറില്ല. അതിന്റെ കാരണം ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവാണ്. അപ്പോൾ ആരെ അഡ്രസ് ചെയ്യണം? പിതാവിനെ അഡ്രസ് ചെയ്യണം. ആരുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം? പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ റോള് എന്താണ്? പ്രാർത്ഥനയെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് നാം അറിയണം. നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങളൊക്കെ ദൈവസന്നിധിയിൽ പ്രസന്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ വാചകങ്ങളും ദൈവഹിതത്തിന് യോജിച്ചതുപോലെയുള്ള വാക്കുകൾ പ്രാർത്ഥനയിൽ ഉച്ചരിക്കുവാൻ നാം തയ്യാറാക്കണം. നമുക്കൊരാളോട് വിദ്വേഷമുണ്ടെങ്കിൽ വിദ്വേഷവും പകയുമല്ല പ്രാർത്ഥനാ വാചകമായി പരിണമിക്കേണ്ടത്. കാരണം വിദ്വേഷവും പകയും അസൂയയും ഒക്കെ ഒരാളുടെ നാശം കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ഒരാളുടെ തകർച്ച കണ്ട് പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥനാ വിഷയവുമായിട്ട് പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിൽ, പിതാവിന്റെ സന്നിധിയിൽ എത്തുകയില്ല എന്ന് നാം അറിയണം. അങ്ങനെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, കലഹവും ശണ്ഠയും ഇട്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒന്നും ലഭിക്കുന്നില്ല. കലഹവും ശണ്ഠയും ഇട്ടുകൊണ്ടുള്ള പ്രാർത്ഥന, ഒരാളുടെ നാശം, പതനം കാണുവാനുള്ള പ്രാർത്ഥന, ഒരാളുടെ തകർച്ച ആഗ്രഹിക്കുന്ന പ്രാർത്ഥന, ഇതൊന്നും ദൈവസന്നിധിയിൽ എത്തുകയില്ല. പരിശുദ്ധാത്മാവ് ആ പ്രാർത്ഥനാ വിഷയത്തെ തിരുത്തുകയാണ് എന്ന് നാം തിരിച്ചറിയണം. റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അതിനു മുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല. ഏതാണ്ട് 25 വർഷമായ സഭയാണ് അക്കാലഘട്ടത്തിൽ റോമാ സഭ. 25 വർഷമായ ഒരു സഭയ്ക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ പ്രാർത്ഥന എത്രമാത്രം
ഗൗരവമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുക, പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയെ ദൈവസന്നിധിയിൽ പ്രസന്റ് ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയതും മാന്യവുമായിരിക്കണം എന്ന് നാം തിരിച്ചറിയണം. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വാക്കുകൾ കൂടി, ഒന്ന് രണ്ട് എബ്രായ പദങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. കുറേ പദങ്ങൾ നമുക്ക് പറയാം. പെർസിഹോമായി, ഡിയോമായി, പഗ്വ എന്നൊക്കെ പറഞ്ഞ് കുറെ പദങ്ങളുണ്ട്. അതിലൊരു പദം ഇങ്ങനെയാണ് പലാൽ. പലാൽ എന്താണ് പലാൽ എന്ന വാക്കിന്റെ അർത്ഥം? സ്പീക്ക് ടു ഹയർ അതോറിറ്റി. ഉന്നത അധികാരത്തോട് സംസാരിക്കുന്നതിന് പറയുന്ന പേരാണ് പലാൽ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയില് ഉന്നത അധികാരത്തോട് സംസാരിക്കുന്ന നിലയിലാണോ പ്രാർത്ഥിക്കുന്നത് എന്ന് നാം ഓർക്കണം. നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. SI യോടോ അല്ലെങ്കിൽ CA യോടോ ഒക്കെ സംസാരിക്കുമ്പോൾ നീ, നിന്റെ എന്നുള്ള പ്രയോഗങ്ങൾ നാം നടത്താറില്ല. ഞങ്ങളുടെ വീട്ടിലെ ഈ വിഷയത്തിൽ, ഞങ്ങളുടെ പറമ്പുമായി ബന്ധപ്പെട്ട്, ഞങ്ങളുടെ വസ്തുവുമായി ബന്ധപ്പെട്ട ഇടപാടിൽ എത്രയും വേഗം കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് നമ്മൾ പറയാറില്ല. അവിടെയൊക്കെ ബഹുമാനത്തോടെയാണ് നമ്മൾ വിഷയങ്ങളെ കാണുന്നത്, ബഹുമാനത്തോടെയാണ് നാം അവരോട് സംസാരിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു ഹയർ അതോറിറ്റിയോട് സംസാരിക്കുന്നത് പോലെയാണോ എന്ന് നാം ചിന്തിക്കണം. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ വരുന്നു, നിന്റെ ആഗ്രഹത്താൽ ഞങ്ങളെ നടത്തേണമേ, നീ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ, നീ ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരണമേ, ഞങ്ങൾ നിന്റെ മക്കളാണല്ലോ. അപ്പോൾ നിന്റെ, നീ, ഇത്തരം പ്രയോഗങ്ങളൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ കടന്നു വരാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, പ്രാർത്ഥന എന്ന് പറയുന്നത് ഹയർ അതോറിറ്റിയുമായിട്ടുള്ള സംഭാഷണമാണ്. നമ്മൾ ഒരിക്കലും നമ്മളെക്കാൾ ഉയർന്ന ഒരു വ്യക്തിയെ നീയെന്നോ അവനെന്നോ കൽപ്പിക്കുക എന്നൊക്കെയോ അഭിസംബോധന ചെയ്യാറില്ല. കർത്താവെ, ഞങ്ങൾ ഈ വിഷയം നടപ്പിലാക്കുവാൻ ഞങ്ങൾ നിന്നോട് കൽപ്പിക്കുന്നു എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. കൽപ്പനയല്ല പ്രാർത്ഥന. പ്രാർത്ഥന അപേക്ഷയാണ് എന്ന് നാം തിരിച്ചറിയണം. മറ്റൊരു പദം ഷെല്ല് എന്നുള്ളൊരു പദപ്രയോഗമുണ്ട്. ഷെല്ല് എബ്രായ ഭാഷയിൽ. ആ വാക്കിന്റെ അർത്ഥം വലിച്ചടിപ്പിക്കുക, ദൈവത്തെ നമ്മിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ആശയമാണ്. യഥാർത്ഥത്തിൽ പ്രാർത്ഥന അത് തന്നെയാണ് ചെയ്യുന്നത്. സ്വർഗത്തെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നാം അവിടേക്ക് എത്തുക എന്നുള്ള ഒരു ആശയം നമുക്ക് അതിൽ നിന്ന് ലഭിക്കുവാൻ ഇടയാകും. യാക്കോവുമായിട്ടുള്ള ബന്ധത്തിൽ ദൂതനുമായിട്ട് മല്ല് പിടിക്കുന്ന യാക്കോബിനെ നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഞാൻ ആ ഭാഗങ്ങൾ വിട്ടിട്ട് ഈ വാക്യത്തിലേക്ക് ഞാൻ പഠിക്കുക. ആമുഖമായി ചില കാര്യങ്ങൾ നിങ്ങളോട് പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: യഹോവേ, ഞാൻ എൻ്റെ മനസ്സ് നിങ്കലേക്ക് ഉയർത്തുന്നു. എന്താണ് പ്രാർത്ഥന എന്നതിന് വ്യക്തമായ മറുപടിയാണ് ഈ സങ്കീർത്തനം നൽകുന്നത്. മനസ്സ് ദൈവത്തിങ്കലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. എന്താണ് മനസ്സ്? മനസ്സെന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായ ഭാഗമാണ്, നമ്മുടെ ശരീരത്തിൽ ഒരു സാങ്കല്പികമായ ഭാഗമാണ്. എബ്രായ ഭാഷയിൽ നെഫഷ് എന്നുള്ള പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. അതിനെ നമ്മുടെ ഹൃദയമെന്നോ ആഗ്രഹമെന്നോ ഇച്ഛയെന്നോ തീരുമാനമെന്നോ ഒക്കെ പറയാവുന്ന ഒരു പ്രയോഗമാണത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓശാന ബൈബിളിലും അതുപോലെ POC ബൈബിളിലും ഒക്കെ എൻ്റെ ഹൃദയം എന്നുള്ള പ്രയോഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതും കറക്റ്റായ പ്രയോഗമാണ്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക, ദൈവത്തിന്റെ മനസ്സിനോട് നമ്മുടെ മനസ്സിനെ താതാത്മ്യപ്പെടുത്തുന്നതിനെയാണ് പ്രാർത്ഥന എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ദർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഡിവോട്ടി എന്ന് പറഞ്ഞാലും തെറ്റില്ല. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. സംഭാഷണം എന്നുള്ള പദം അത്ര നല്ലതാണോ എന്ന് എനിക്കറിയില്ല. സംഭാഷണം എന്നുള്ള വാക്ക് ഞാൻ വിടുക. കുറച്ചും കൂടി കൃത്യമാക്കിയാൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ അല്ല, ദ റിലേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഡിവോട്ടി എന്ന് പറയുന്നതാണ് കുറെ കൂടി ബെറ്റർ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് പ്രാർത്ഥന, ബന്ധമാണ് പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് വാക്കുകളുടെ ആവശ്യം
ഇല്ല. പ്രാർത്ഥിക്കുവാൻ ശബ്ദത്തിന്റെ ആവശ്യം ഇല്ല. വാക്കുകളെക്കാളും ശബ്ദങ്ങളെക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളും വിങ്ങലുകളുമാകാം. ഒരുപക്ഷെ നമ്മുടെ കണ്ണുനീരാകാം നമ്മുടെ വാക്കുകളെക്കാൾ വേഗത്തിൽ ദൈവസന്നിധിയിൽ എത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇതിനകത്ത് ഞങ്ങളെ കാണുന്ന വീക്ഷിക്കുന്ന ആളുകളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് കുറെ പദസഞ്ചയങ്ങളുടെ കൂട്ടമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ശബ്ദ കോലാഹലങ്ങളല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ദൈവഭക്തനുള്ള ബന്ധത്തെയാണ് പ്രാർത്ഥന എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. നമ്മുടെ മനസ്സിനെ ദൈവത്തോട്, ദൈവത്തിന്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുക, അടുക്കുക എന്നതിനെയാണ് പ്രാർത്ഥന എന്ന ആശയം അർത്ഥമാക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഈ അടുപ്പമില്ലെങ്കിലും ഈ ബന്ധമില്ലെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കുവാൻ. ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ പറയുക. ഇപ്പോൾ ഈ സൂമിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇത് സൂമിന്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ബിനു എന്നെ വിളിച്ചു എന്ന് വിചാരിക്കുക. എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അടുത്ത ദിവസം നിങ്ങളുടെ മറ്റൊരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിംഗിൽ പങ്കെടുക്കണം, അടുത്ത തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്, ആ സൂമിൽ പങ്കെടുക്കണം എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറയുന്ന സമയം ഞാനും അദ്ദേഹവും തമ്മിലുള്ള കണക്ഷൻ, മൊബൈൽ റേഞ്ചിന്റെ പ്രോബ്ലം കൊണ്ട് കണക്ഷൻ വിട്ടുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ ഇന്ന് ഇവിടെ ഇല്ല, അടുത്ത തിങ്കളാഴ്ച ഞാൻ ഇവിടെ ഇല്ല, ഞാൻ മറ്റൊരു മീറ്റിങ്ങിലാണ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്താണ്, അതുകൊണ്ട് സൂമിൽ എനിക്ക് അറ്റൻഡ് ചെയ്യുവാൻ കഴിയില്ല എന്ന് ഞാൻ ബിനുവിനോട് പറഞ്ഞു എന്നിരിക്കട്ടെ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബന്ധം, ഈ കണക്ഷൻ പോയത് കൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം ബിനുവിന് കേൾക്കാൻ കഴിയില്ല. എന്നാൽ ഞാൻ ഈ വീട്ടിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് കൊണ്ട് എൻ്റെ പിതാവും മാതാവും ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഞാൻ സംസാരിച്ചത് ആരോടാണ്? എൻ്റെ പിതാവിനോടോ മാതാവിനോടോ അല്ല ഞാൻ സംസാരിച്ചത്, ഞാൻ സംസാരിച്ചത് ബിനുവിനോടാണ്. എന്നാൽ ഈ കണക്ഷൻ നഷ്ടപ്പെട്ടത് കൊണ്ട് എൻ്റെ സംഭാഷണം എവിടെ എത്തിയില്ല? ബിനുവിലേക്ക് എത്തിയില്ല. ചില ആളുകളുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്. ദൈവസഭയിലൊക്കെ ഉള്ള ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, കണക്ഷൻ പോയത് അവർ അറിയുന്നു പോലുമില്ല. ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എങ്കിലും ആളുകളുടെ മുമ്പിൽ വലിയ ശബ്ദത്തോടെ പ്രാസമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച തേജോമയനായ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ബന്ധം നഷ്ടപ്പെട്ട കാര്യം അവർക്കറിയില്ല. സത്യത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് വാചകങ്ങളുടെ കസർത്തുകളല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് നല്ല പദങ്ങൾ ഉച്ചരിക്കുന്നതല്ല. കർത്താവുമായിട്ടുള്ള റിലേഷനാണ്, കർത്താവുമായിട്ടുള്ള ബന്ധമാണ് എന്ന് നാം തിരിച്ചറിയണം. ബന്ധമില്ല എങ്കിൽ കർത്താവുമായിട്ട് പ്രാർത്ഥിക്കുവാൻ ശബ്ദം ഉപയോഗിക്കാം, എന്നാൽ ആ പ്രാർത്ഥന തിരുസന്നിധിയെങ്കിൽ എത്തുകയില്ല എന്ന് നാം ഗ്രഹിക്കണം. ഞാൻ രണ്ടുപേരുടെ പ്രാർത്ഥന ദൃഷ്ടാന്തമായി നിങ്ങളോട് പറയാം. അതിലൊരാള് പരീശനും ചുങ്കക്കാരനുമാണ്. ആ സംഭവം നിങ്ങൾക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ് പരീശനെയും ചുങ്കക്കാരനെയും നാം കാണുന്നത്. അത് പേരുകളല്ല എന്ന് നിങ്ങൾക്കറിയാം. പരീശൻ എന്ന് പറയുന്നത് ഇസ്രായേലിലെ അവാന്തര വിഭാഗങ്ങളിൽ ഒരു ഗ്രൂപ്പാണ്. ആഴ്ചയിൽ 2 തവണ ഉപവസിക്കുന്ന, കിട്ടുന്നതിനെല്ലാം 10-1 പതാരം നൽകുന്ന, മതത്തിന്റെ ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്ന ആളാണ് പരീശൻ. ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാല് നല്ലൊരു പോസ്റ്റാണ്, ഗവൺമെന്റൽ പോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ മറ്റൊരു രാജ്യത്തിന് വേണ്ടി കരം പിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ചുങ്കക്കാരെ ഇസ്രായേലർക്ക് താല്പര്യമില്ല. കാരണം ഇസ്രായേലിൽ നിന്ന് കരം പിരിച്ച് ആ റോമൻ ഭരണാധികാരികൾക്ക്, റോം എന്ന് പറയുന്ന രാജ്യത്തിന് നൽകുന്നവൻ എന്ന നിലയിൽ ആളുകൾക്ക് പൊതുവെ ചുങ്കക്കാരോട് താല്പര്യമില്ല. അവർ മതത്തിന്റെ ഒക്കെ മുമ്പിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളായിട്ടാണ് കാണുന്നത്. ഇവർ രണ്ടും കൂടിയാണ് പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. ഒരാൾ പരീശനാണ്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, പരീശൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ആളുകളൊക്കെ ഭക്തിയാദരവോടുകൂടി അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ചില കളിങ്കിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഈ പരീശൻ വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ചാടി ഇറങ്ങി അദ്ദേഹത്തെ വണങ്ങുന്നുണ്ട്. മുണ്ട് മടക്കി കുത്തിയ ആളുകള് മുണ്ട് മടക്കഴിച്ചു നിൽക്കുന്നുണ്ട്. വളരെ ഗൗരവത്തോടെ, വളരെ ബഹുമാനത്തോടെ, ഭയത്തോടു കൂടിയാണ് പരീശനെ ഇസ്രായേൽ സമൂഹം കാണുന്നത്. കാരണം അവരുടെ പള്ളിയുമായി ബന്ധപ്പെട്ട്, മതവുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും
ഉന്നതമായ സ്ഥാനം വഹിക്കുന്നയാളാണ് ഈ പരീശൻ എന്ന് പറയുന്നത്. എന്നാൽ തൊട്ടുപുറകില് ഒരു ചുങ്കക്കാരൻ നടന്നു പോകുകയാണ്. ഈ ചുങ്കക്കാരൻ വരുന്നത് കാണുമ്പോൾ ആളുകൾ കളിയാക്കുവാൻ തുടങ്ങും. ചുങ്കക്കാരൻ എന്താണ് യെരൂശലേം ദേവാലയത്തില് സ്ഥാനമുള്ളത്? ഇവൻ എന്തിനാണ് ഞങ്ങളുടെ ദേവാലയത്തിലേക്ക് വരുന്നത്? പലപ്പോഴും നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ ആളുകൾ പലതിന്റെയും അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഓരോ ആളുകളെയും അവരുടെ തൊഴിലിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിവേചിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യൻ പുറമെയുള്ളത് നോക്കുന്നു, എന്നാൽ ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ്. നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളും വികാരങ്ങളും നമ്മുടെ ഹൃദയം പിടയുന്നതൊക്കെ അറിയുന്നത് നമ്മുടെ ദൈവം മാത്രമാണ്. ഈ ഭൂമിയിലുള്ള ബന്ധങ്ങളും സ്വന്തങ്ങളും ഈ ഭൂമിയിലുള്ള അടുപ്പങ്ങളും ഒക്കെ നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങളെ അറിയുന്നവരല്ല. എന്നാൽ നമ്മെ നല്ലതുപോലെ അറിയുന്നവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് മാത്രമാണ്. അപ്പോൾ ഈ ചുങ്കക്കാരനായ ആള് പോകുന്നത് കാണുമ്പോൾ ആളുകൾ പരിഹാസത്തോടെയാണ് നിൽക്കുന്നത്. രണ്ടുപേരും പ്രാർത്ഥിക്കുവാൻ നിന്നു. അതിൽ ആദ്യത്തെ ആള് ചുങ്കക്കാരനാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ച് അവിടെ കൊടുക്കുന്നുണ്ട്. ചുങ്കക്കാരൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യമാണ്. ചുങ്കക്കാരൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നതാണ്. നമ്മുടെ മനസ്സും ദൈവത്തിന്റെ മനസ്സിനോട് ഏകീഭവിക്കുന്നതാണ് പ്രാർത്ഥന. അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് എത്തുന്നതാണ് പ്രാർത്ഥന. അത് മണ്ണുമായിട്ടുള്ള ബന്ധം വിട്ട് നമ്മുടെ മനസ്സ് ഉയരുകയാണ് ദൈവതലങ്ങളിലേക്ക്. ഇവിടെ വായിച്ചത് 11-ാമത്തെ വാക്യം കാണുന്നത്, പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ. തന്റെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയരുകയല്ല. പരീശന്റെ മനസ്സ് തന്നിലേക്ക് തന്നെ തിരിയുകയാണ്. ഞാൻ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ പിടിച്ചുപറിക്കാരനല്ല, ഞാൻ വ്യഭിചാരിയായ ഒരു മനുഷ്യനല്ല, ഞാൻ മോഷ്ടാവായ ഒരു മനുഷ്യനല്ല, ഞാൻ കുലപാതകിയായ ഒരു മനുഷ്യനല്ല, ഞാൻ ന്യായപ്രമാണം അനുസരിക്കാത്ത ഒരു മനുഷ്യനല്ല. അവന്റെ ക്വാളിറ്റീസ് തന്നെ നോക്കിക്കൊണ്ട് പറയുകയാണ്. ചുങ്കക്കാരനായ ആളെ താരതമ്യം ചെയ്തുകൊണ്ട് തന്നിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ നിൽക്കുന്ന ആളെ പോലെ അല്ല. ആ വാചകം ശ്രദ്ധിക്കണം. തന്നോട് തന്നെ പറയുകയാണ്. തന്നോട് തന്നെ പറയുന്നതല്ല പ്രാർത്ഥന. ഞാൻ എന്നോട് സംസാരിക്കുന്നതിനെ പ്രാർത്ഥന എന്ന് വിളിക്കില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നതാണ് പ്രാർത്ഥന. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് എത്തുന്നില്ല എങ്കിൽ, ആത്മമണ്ഡലത്തിലേക്ക് കയറുന്നില്ല എങ്കിൽ, നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങളൊക്കെ ജൽപ്പനങ്ങൾ മാത്രമാണ്. അതിനുശേഷം നാം കാണുന്നുണ്ട്, ചുങ്കക്കാരനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് നോക്കുവാൻ തുനിയാതെ. ആ പ്രയോഗം വളരെ ശ്രദ്ധേയമായ പ്രയോഗമാണ്. സ്വർഗത്തിലേക്ക് നോക്കുവാൻ തുനിയാതെ എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ തന്റെ കണ്ണുകൾ മുകളിലേക്ക് നോക്കി എന്നുള്ളതല്ല. അവന്റെ മനസ്സ് സ്വർഗത്തിലേക്ക് നോക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആ സ്വർഗീയ വിശുദ്ധി കാണുമ്പോൾ പൂർണ്ണമായിട്ടും നോക്കുവാൻ കഴിയുന്നില്ല. ആ വിശുദ്ധി കണ്ടപ്പോൾ അവൻ വിളിച്ചു പറയുക, ദൈവമേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയരുമ്പോൾ മാത്രമേ, ദൈവത്തിങ്കിലേക്ക് ചെല്ലുമ്പോൾ മാത്രമേ ഞാൻ ആരാണ്, ദൈവം ആരാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുകയുള്ളൂ. പരീക്ഷ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മിലേക്ക് തന്നെ പ്രാർത്ഥിച്ചാൽ ഞാൻ ഈ ലോകത്തിലെ നീതിമാനായി നമുക്ക് തോന്നും. എന്നാൽ നമ്മുടെ നോട്ടം ദൈവത്തിങ്കിലേക്കാണെങ്കിൽ, ഇവിടെ ആ ചുങ്കക്കാരനെ പോലെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം ചുങ്കക്കാരന് മനസ്സിലാക്കുവാൻ കഴിയും, ആ സ്വർഗീയ വിശുദ്ധിയോട് അടുക്കുവാൻ യോഗ്യനായ ആളല്ല ഞാൻ. ആ സ്വർഗീയ വിശുദ്ധിയുടെ അടുത്ത് ചെല്ലുവാൻ, മനസ്സുകൊണ്ട് പോലും ആ സ്വർഗീയ വിശുദ്ധിയോട് അടുക്കുവാൻ കഴിയുന്ന ഒരു മനുഷ്യനല്ല ഞാൻ. സത്യത്തിൽ പ്രാർത്ഥന അതാണ്. നാം പ്രാർത്ഥനയിൽ താരതമ്യം ചെയ്യേണ്ടത് അടുത്തുള്ള ഒരു സഹോദരനെ അല്ല,
അടുത്തുള്ള ഒരു സഹോദരിയെ അല്ല, നമ്മൾ മറ്റുള്ളവരെ അല്ല പ്രാർത്ഥനയിൽ താരതമ്യം ചെയ്യേണ്ടത്. താരതമ്യം ചെയ്യുവാൻ നമുക്ക് ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് പാപമില്ലാത്ത, പാപമറിയാത്ത, പാപം ചെയ്യാത്ത നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ ഈശോ മശിഹയല്ലാതെ മറ്റൊരാൾക്കില്ല. ആ പാപിയായ മനുഷ്യന്റെ കണ്ണുകൾ സ്വർഗതലങ്ങളിലേക്ക് ഉയർന്നു. കുറെ കൂടി വ്യക്തമാക്കിയാൽ അവന്റെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയരുകയാണ്. പള്ളിപ്രമാണിയായ മനുഷ്യന്റെ മനസ്സ്, ആളുകളൊക്കെ ബഹുമാനിക്കുന്ന പരീശന്റെ മനസ്സ് തന്നിൽ തന്നെ നിൽക്കുക. അവന്റെ പ്രാർത്ഥന തന്നോട് തന്നെയാണ്. പക്ഷെ പാപി എന്ന് സമൂഹം മുദ്ര കുത്തിയവന്റെ, നിഷേധിക്കപ്പെട്ടവൻ, മാറ്റി നിർത്തപ്പെടേണ്ടവൻ എന്ന് ആളുകൾ പറയുന്നവന്റെ മനസ്സ് സ്വർഗത്തിലേക്ക് നോക്കുക. അവന്റെ മനസ്സ് സ്വർഗത്തിലേക്ക് അവൻ അയക്കുക. ആ ദൈവിക വിശുദ്ധിയോട് അവൻ അടുക്കുക. പക്ഷെ അങ്ങനെ ചെല്ലുമ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഞാൻ കുറെ കൂടി ശുദ്ധനാകണം, ഞാൻ കുറെ കൂടി വിശുദ്ധിയുടെ അടുത്തേക്ക് വരണം. ഒരു കാര്യം നിങ്ങളോട് പറയാം, നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ആ ദൈവിക വിശുദ്ധി കാണണം. കുറെ പദങ്ങൾ പറയുന്നതല്ല പ്രാർത്ഥന, കുറെ ശബ്ദം ഉണ്ടാക്കുന്നതല്ല പ്രാർത്ഥന. നല്ല നല്ല പദങ്ങൾ കൂട്ടി 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 പറയുന്നതല്ല പ്രാർത്ഥന. അപ്പുറത്ത് ദൈവിക മനസ്സിനോട് അടുത്തു വരണം. അങ്ങനെ അടുത്തു വരുമ്പോൾ മാത്രമാണ് ഞാൻ എത്രമാത്രം അശുദ്ധനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നതാ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ മാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആളുകളെ, നിങ്ങൾ ഏത് തരത്തിലുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിയായിക്കോട്ടെ, ആളുകൾ നിങ്ങളെ പരിഹാസി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആളായിക്കൊള്ളട്ടെ, സമൂഹത്തിന് യോജിക്കാത്തവൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആളായിക്കൊള്ളട്ടെ, എല്ലാ മേഖലകളിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട ആളായിക്കൊള്ളട്ടെ, പക്ഷെ നിങ്ങളുടെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുവാൻ കഴിഞ്ഞാൽ ലോകം എന്തു പറയുന്നു എന്നുള്ള വിഷയമല്ല. നിങ്ങളുടെ മനസ്സിന്റെ വേദനകളെ അറിയുന്നവൻ നിങ്ങൾക്ക് വേണ്ടി മറുപടി നൽകുവാൻ അവൻ ശക്തനാണ്. അവിടെ കർത്താവിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഹൃദയം തകർന്നവർക്ക്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം. പുറമെയുള്ളത് മനുഷ്യൻ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ, നമ്മുടെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തിയാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ അവൻ ഇന്നും വിശ്വസ്തനായ ദൈവമാണ് എന്ന് നാം തിരിച്ചറിയണം. ഞാൻ ഒരു കാര്യം കൂടി പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗമായി എൻ്റെ ചെയ്യാം. മറ്റൊരാള് ഹന്നയാണ്. ഹന്നയുടെ ജീവിതം നിങ്ങൾക്കറിയാം. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ ഹന്നയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് കാണുവാൻ കഴിയും. മക്കളില്ലാതിരുന്ന ഹന്ന. ഞാൻ ഹന്നയെ കുറിച്ച് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്, സമയം തീരാറായി. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം തനിക്ക് മക്കളില്ല. തന്റെ പ്രതിയോഗിയായ പെനീന നിരന്തരമായി ഹന്നയെ കുത്തുവാക്കുകൾ കൊണ്ട് വിഷമിപ്പിക്കുമായിരുന്നു. ഹന്നയ്ക്ക് സപ്പോർട്ടായി തന്റെ ഭർത്താവുണ്ട്. എന്നാൽ ഭർത്താവിന്റെ വീട്ടുകാര്, പെനീനയുടെ വീട്ടുകാര്, ചർച്ചിലുള്ള ആളുകൾ ഒക്കെ ഹന്നയെ വിഷമിപ്പിക്കുകയാണ്. അല്പം ആശ്വാസം കിട്ടുമെന്ന് ഓർത്ത് ദൈവസഭയിലേക്ക് ഓടി. ശീലോവിലെ ദേവാലയത്തിലേക്ക് ഓടിയപ്പോൾ പുരോഹിതൻ പോലും ഹന്നയെ മനസ്സിലാക്കി. അവിടുത്തെ പാസ്റ്റർ അല്ലെ അവിടുത്തെ അച്ഛൻ ഹന്നയെ മനസ്സിലാക്കുവാൻ തയ്യാറായില്ല. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഭാര്യയോ ഭർത്താവോ അപ്പനോ അമ്മയോ ബന്ധുമിത്രാദികളോ സഭയുടെ പാസ്റ്ററോ ഒക്കെ നിങ്ങളെ മനസ്സിലാക്കിയതിലും വിഷയമില്ല. അവരൊക്കെ മനസ്സിലാക്കിയാൽ ഇത്രയൊക്കെ ഉള്ളൂ. എന്നാൽ നമ്മളെ മനസ്സിലാക്കേണ്ടവൻ മനസ്സിലാക്കിയാൽ അതാണ് നമുക്ക് മറുപടി നൽകുന്നത്. ഏതായാലും ഹന്ന ദൈവസ്ഥലിൽ നിൽക്കുകയാണ്. ഞാൻ ആ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പില് ഈ എലി പുരോഹിതൻ വരുന്നൊരു ഭാഗമുണ്ട്. 13-ാമത്തെ വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം പുറത്ത് കേട്ടില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം പുറത്ത് കേട്ടില്ല. പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗം ഹൃദയം കൊണ്ട് സംസാരിക്കും. അതാ ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് വാക്ക് വേണ്ട, പ്രാർത്ഥനയ്ക്ക് ശബ്ദം ആവശ്യമില്ല. മനസ്സുയർത്തുകയാ. ഹന്ന പറയുക,
തന്ന ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ്. ഹൃദയം ദൈവസന്നിധിയിൽ പകരുമ്പോൾ ഞാനൊരു കാര്യം പറയാം, വലിയ നമുക്ക് മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും പ്രാർത്ഥനയുടെ വാചകമല്ല പുറത്തു വരുന്നത്. ആ സമയങ്ങളിലൊക്കെ ഒരു ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ കണ്ണുനീരാ വന്നുകൊണ്ടിരിക്കും. മനസ്സ് തകരുമ്പോൾ, ഹൃദയം പിടയുമ്പോൾ വാക്കുകൾ പുറത്തു വരത്തില്ല, ഉച്ചരിക്കാൻ കഴിയില്ല. ഹൃദയം തകർന്നു, ഹൃദയം നുറുങ്ങി, വേദനപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാ ശബ്ദം പുറത്തു വരുന്നത്? ശബ്ദം പുറത്തു വരത്തില്ല. ആ ശബ്ദം പുറത്തു വരുന്നത് കണ്ണുനീരിന്റെ രൂപത്തിലാണ്. കണ്ണുനീരിന്റെ രൂപത്തിലാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ശബ്ദം ഒന്നും വേണ്ട പ്രാർത്ഥനയ്ക്ക്. എന്റെ കർത്താവിന് നിങ്ങളുടെ വിഷയത്തിന്മേൽ പ്രവർത്തിപ്പാൻ ഓക്കെ പറഞ്ഞത്, നമ്മുടെ കർത്താവിന് പ്രവർത്തിപ്പാൻ ശബ്ദം ആവശ്യമില്ല, വാക്കുകൾ ആവശ്യമില്ല. കർത്താവുമായിട്ടുള്ള ബന്ധമാണ് പ്രാർത്ഥന. വാചകങ്ങളെക്കാൾ അപ്പുറത്ത് നമ്മുടെ കണ്ണുനീരിനെ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ വേദനകളെ അറിയുന്നൊരു ദൈവമുണ്ട്. ഞാനൊരു വാക്കുകൾ നിർത്തുകയാണ്, സമയം വളരെ മുമ്പോട്ട് പോയി. പ്രാർത്ഥന എന്ന് പറയുന്നത് ശബ്ദമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് വാചക കസർത്തുകളല്ല. പ്രാർത്ഥന നമ്മുടെ മനസ്സിനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു മനോഭാവത്തിലേക്ക്, ആ ദൈവിക വിശുദ്ധിയോട് നമുക്ക് അടുക്കാം, ദൈവത്തിങ്കിലേക്ക് നമുക്ക് കടക്കാം, നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ പൂർണ്ണമായി അറിയുന്നവനാണ്. ആ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ഉണ്ട്. അവൻ കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.